അല്ലാഹു അക്ബർ 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 കബീറ വൽഹംദുലില്ലാഹി കസീറാ فسبحان الله وبحمده بكرة وأصيلا الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم ബഹുമാന്യരായ വിശ്വാസികളെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഒന്നാമതായി എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ വിശ്വാസിനികളെ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം ഒരു ബലിപെരുന്നാളിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാമിക സമൂഹത്തിന്റെ സർവാംഗീകൃതമായിട്ടുള്ള രണ്ട് ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹായും. ആ ഈദുൽ അദ്ഹായിലേക്കാണ് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം പ്രവേശിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായും വിധേയമായി ഈ ആഘോഷം നിർവഹിക്കുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചരിത്ര പുരുഷനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഥവാ അബ്രഹാം പ്രവാചകന്റെ ത്യാഗസ്മരണയിലാണ് ഇസ്ലാമിക സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. സന്താനങ്ങളില്ലാതിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് അല്ലാഹുവോട് അദ്ദേഹം ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വാർദ്ധക്യഘട്ടത്തിൽ ലഭിച്ച ആദ്യ സന്താനമാണ് മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. സഹോദരങ്ങളെ, ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കൂടെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഇസ്മായിലിനെ അള്ളാഹുവിനെ സമർപ്പിക്കണമെന്ന് അള്ളാഹു ദിവ്യബോധനം നൽകുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനയെ, ദൈവകൽപ്പനയെ ശിരസാ വഹിക്കുന്നതിന്റെ ഭാഗമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമയെ ബലി നൽകാൻ തയ്യാറെടുക്കുന്ന രംഗമുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ വിളിയാളം ഉണ്ടാകുന്നു. ഇസ്മായിലിനെയോ ഏതെങ്കിലും മനുഷ്യ കുഞ്ഞിനെയോ ബലി നൽകുക എന്നതല്ല ദൈവകൽപ്പനയുടെ, ദൈവശാസനയുടെ താല്പര്യമെന്ന് പറയുന്നത്. ഇബ്രാഹിമിന് അള്ളാഹുവോടാണോ, അള്ളാഹു നൽകിയ സന്താനങ്ങളടക്കമുള്ള
അനുഗ്രഹങ്ങളോടാണോ, അള്ളാഹു നൽകിയ സന്താനമടക്കമുള്ള അനുഗ്രഹങ്ങളോടാണോ ഇബ്രാഹിമിന് ഏറ്റവും സ്നേഹമുള്ളതെന്ന് അള്ളാഹു പരീക്ഷിക്കുക മാത്രമായിരുന്നു. അത് അള്ളാഹു അറിയിക്കുകയാണ്. ഇബ്രാഹിം നബി സ്വന്തം പുത്രനെ ബലിയെടുക്കാൻ തയ്യാറായ, ബലി അറുക്കാൻ തയ്യാറായ ഘട്ടത്തിൽ അള്ളാഹു പറയാണ്, ഓ ഇബ്രാഹിം, അത് ചെയ്തേക്കരുത്. അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല ഈ ദിവ്യബോധനം. മറിച്ച് ഇബ്രാഹിമിന്റെ അർപ്പണശേഷി എത്രത്തോളമുണ്ട്, ഇബ്രാഹിമിന്റെ ദൈവസ്നേഹം എത്രത്തോളമുണ്ടെന്ന് പരീക്ഷിക്കുക മാത്രമായിരുന്നു ഈ കൽപ്പനയുടെ താല്പര്യമെന്ന് അള്ളാഹു ആ ഘട്ടത്തിൽ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാഫാത്തിലെ 103 മുതലുള്ള വചനങ്ങളാണ് ഞാൻ പ്രാരംഭത്തിൽ ഓതി വെച്ചത്. അതിൽ ഈ സംഭവമാണ് പറയുന്നത്. അവർ രണ്ടുപേരും സമർപ്പിതരായപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാമയെ നെറ്റിന്മേൽ ചെരിച്ചു കിടത്തുകയും ചെയ്തപ്പോ, ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമയെ ചെരിച്ചു കിടത്തുകയും ചെയ്തപ്പോ ഈ ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ വിളിയാളം ഉണ്ടാകുന്നത്. അള്ളാഹു പറയാണ്, ഇബ്രാഹിം, നാം വിളിച്ചു, ഓ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, അരുത്, ചെയ്തേക്കരുത്, അത് മതി, നീ ഇതിന് സന്നദ്ധനായല്ലോ. നിന്റെ ദൈവസ്നേഹം തിരിച്ചറിയപ്പെടുക എന്നത് മാത്രമായിരുന്നു ഈ കൽപ്പനയുടെ, ഈ ശാസനയുടെ താല്പര്യം, മറ്റൊന്നുമായിരുന്നില്ല. അത് നിശ്ചയം നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. നിശ്ചയം നാം അപ്രകാരമാണ് നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുക. അവരെ ജനങ്ങളുടെ മുമ്പിൽ വേർതിരിച്ച് മനസ്സിലാക്കപ്പെടുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ഈ പരീക്ഷണം എന്ന് പറയുന്നത്. നിശ്ചയം ഇത് വ്യക്തമായ പരീക്ഷണമായിരുന്നു. അള്ളാഹു പറയാണ്, നാം ഇബ്രാഹിമിനെ പകരമായി നൽകി, മഹത്തായ ഒരു ഗുരുവിനെ പകരമായി നൽകി. അള്ളാഹു പകരമായി നൽകിയ ആടിനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ബലി നൽകിയത്. ഈ ത്യാഗസ്മരണയിൽ, ഈ സമർപ്പണ സ്മരണയിൽ, ബലി വരുന്ന ദിനത്തിൽ, അതല്ലെങ്കിൽ അതിനോട് തുടർന്ന് വരുന്ന അയ്യാമത്തെ ശരീഅത്തിന്റെ ദിനങ്ങളിൽ ബലിയെടുത്ത് ആഹരിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യാനാണ് അള്ളാഹു വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ബലികർമ്മമാണ് പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ വിശുദ്ധ ഖുർആനും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ നിന്റെ നാഥന് വേണ്ടി നമസ്കരിക്കുക, ബലിയെടുക്കുകയും ചെയ്യുക. നമസ്കരിച്ചാൽ മാത്രം പോരാ, നീ ബലിയെടുക്കുകയും ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അമില ഇബ്നു ആദം യൗമൻ നഹ്രി അഹബ്ബു ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ് ദം. ബലികർമ്മത്തെക്കാൾ ഈ ബലിദിനത്തിൽ അള്ളാഹുവിന് വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കർമ്മവും അള്ളാഹുവിന്റെ ദാസൻ നിർവഹിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്തും സന്താനങ്ങളുമെല്ലാം അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായിട്ടുള്ള വരദാനങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. ഈ സമ്പത്തിനേക്കാളും സന്താനങ്ങളെക്കാളും വിശ്വാസി ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് അനുഗ്രഹദാതാവായ അള്ളാഹുവിനെയാണെന്ന വലിയ സന്ദേശമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ബലികർമ്മം അടയാളപ്പെടുത്തുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു പറയാണ്, ആ ബലിമൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ അള്ളാഹുവിന് ലഭിക്കുകയില്ല. അള്ളാഹുവിന് ലഭിക്കുന്നത് നിങ്ങളുടെ തഖ്വ മാത്രമാണ്. അള്ളാഹുവോടുള്ള പരമമായ സ്നേഹവും ഭക്തിയുമാണ് ഇവിടെ തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവോടുള്ള പരമമായ സ്നേഹവും ഭക്തിയും അത് നിങ്ങൾക്കുണ്ട് എന്ന് വേർതിരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ബലികർമ്മമാവുന്ന ആരാധനയെ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അതേസമയം തന്നെ സമ്പത്തിനോടും സന്താനങ്ങളോടുമുള്ള മനുഷ്യന്റെ സ്നേഹം അത് പ്രകൃതി സഹജമാണ്. ആ സ്നേഹത്തെ ഇസ്ലാം ഒരിക്കലും നിരാകരിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, നോക്കൂ, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക ഫിദ് ദുനിയ. അള്ളാഹു നൽകിയതിൽ നീ പരലോകം കാംക്ഷിക്കണം.
എന്നാൽ ദുനിയാവിൽ അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ട്. സമ്പത്താകുന്ന അനുഗ്രഹങ്ങൾ, അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് സന്താനങ്ങളാകുന്ന അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളെ നീ വിസ്മരിച്ചു പോകണ്ട. രണ്ട് ലോകത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം ലോകത്തോട് ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. ഇഹലോകത്തെയും പരലോകത്തെയും, ആത്മീയതയും ഭൗതികതയും, ആകാശത്തെയും ഭൂമിയെയും അതിമനോഹരമായി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം ലോകത്തോട് സംവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സന്താനങ്ങളെ സ്നേഹിക്കുകയും അവരോടുള്ള അവകാശം നിറവേറ്റുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഇസ്ലാമും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽസിമു ഔലാദക്കും വഅഹ്സിനു അദബക്കും, അൽസിമു ഔലാദക്കും വഅഹ്സിനു അദബഹും ഫഇന്ന ഔലാദക്കും ഹദിയത്തുൻ ഇലൈക്കും. നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ സഹവസിക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഏറ്റവും നല്ല രീതിയിൽ, സ്നേഹമസൃണമായ രീതിയിൽ സഹവസിക്കണം. വഅഹ്സിനു അദബഹും, അവരുടെ ശിക്ഷണം നിങ്ങൾ നന്നാക്കണം. ഫഇന്ന ഔലാദക്കും ഹദിയത്തുൻ ഇലൈക്കും, നിശ്ചയം നിങ്ങളുടെ സന്താനങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്മാനങ്ങളാണ്. സന്താനങ്ങൾ മാത്രമല്ല, മാതാപിതാക്കൾ, ഇണകൾ, സഹോദരങ്ങൾ, അടുത്തവരും അകന്നവരുമായ അയൽക്കാർ, ബന്ധുക്കൾ എന്നല്ല ജാതി മത വ്യത്യാസങ്ങളില്ലാതെ മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കാനും അവരോടെല്ലാമുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാനുമാണ് ഇസ്ലാം പറയുന്നത്. ഓരോ മനുഷ്യനും അവന്റെ അവകാശങ്ങൾ നീ പൂർത്തീകരിക്കണം. മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കുക, അവരോട് മുഴുവനുമുള്ള അവകാശം നീ പൂർത്തീകരിക്കുക, അതല്ലെങ്കിൽ ബാധ്യതകൾ നീ പൂർത്തീകരിക്കുക, അവർക്കുള്ള അവകാശങ്ങൾ നീ നൽകുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ മനുഷ്യർക്കിടയിലുള്ള പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ബലിപെരുന്നാളിന്റെ പൊരുൾ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, എന്താണ് ബലിപെരുന്നാളിന്റെ പൊരുൾ? അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ മനുഷ്യർക്കിടയിലുള്ള സ്നേഹം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നത് തന്നെയാണ് ബലിപെരുന്നാളിന്റെ പൊരുൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബ്ബു അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും അഫ്ശുസ് സലാമ ബൈനകും ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ വിശ്വാസികളാവുന്നതുവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നില്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ വിശ്വാസികളാവുന്നില്ല. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് വിശ്വാസികളാവാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെ, ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിലുള്ള പരസ്പര സ്നേഹം ഊഷ്മളമാകും, ശക്തിപ്പെടും. അതെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ശുസ് സലാമ ബൈനകും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. സലാം സമാധാനത്തിന്റെ സന്ദേശമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സമാധാനത്തിന്റെ സന്ദേശം അത് ലോകത്തിന് നിങ്ങൾ പ്രചരിപ്പിക്കുക. രാജ്യത്തെ സമാധാന സന്ദേശങ്ങളുടെ പ്രചാരകരായി വിശ്വാസികൾ മാറണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ശാന്തിയും സമാധാനവും തകർക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. മക്കയിലെത്തിയതിനു ശേഷം മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ആദ്യ പ്രാർത്ഥനയും റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ, പടച്ചതമ്പുരാനെ ഈ നാടിന് നിർഭയത്വമുള്ള, സുരക്ഷിതത്വമുള്ള, സമാധാനമുള്ള നാടാക്കി മാറ്റണമേ എന്നായിരുന്നു. നമ്മളും പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കേണ്ടതും നമ്മുടെ നാടിന്റെ നിർഭയത്വത്തിനും സുരക്ഷിതത്വത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. എന്നാൽ നമ്മളിവിടെ ബലിപെരുന്നാളിന്റെ സന്തോഷത്തിൽ പങ്കാളികളാവുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത് നടന്ന ഒരു ഭീകരാക്രമണത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല സഹോദരങ്ങളെ. കശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളായ മനുഷ്യർ നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായി.
പൈശാചികം, മനുഷ്യത്വരഹിതം എന്ന് ഇത്തരം സംഭവങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഭീകരാക്രമണത്തെ അതിശക്തമായിട്ട് ഈ പെരുന്നാൾ മൈതാനിയിൽ വെച്ച് നാം വീണ്ടും അപലപിക്കുകയും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും വേദനയിലും നമ്മൾ പങ്കുചേരുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യരെ അന്യായമായി വധിക്കുന്നത് പൈശാചികമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞതാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. അന്യായമായിട്ട് ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമായ ക്രൂരതയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യനെ പോലും അന്യായമായി വധിക്കാൻ പാടില്ല. അങ്ങനെ വധിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമായ ക്രൂരതയാണ്, അക്രമമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും മരണക്കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമായ പുണ്യപ്രവർത്തിയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ നിലപാടെന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ എന്നത്തെയും നിലപാടെന്ന് പറയുന്നത്. ഒരു മതവും ഒരു ആത്മീയ ചിന്തയും ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്നില്ല. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണങ്ങളെ, അതുപോലെയുള്ള ഭീകരാക്രമണങ്ങളെയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ദുരുപയോഗപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും എല്ലാവർക്കും ആവശ്യമാണ്. സഹോദരങ്ങളെ, നാം ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ രാജ്യത്തെ തകർക്കുവാനോ മതപരമായിട്ട് ഭിന്നിപ്പിക്കാനോ കഴിയില്ല എന്ന് ഭീകരാക്രമണ ശേഷം വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവുകയുണ്ടായി, ലോകത്തിന് ബോധ്യമാവുകയുണ്ടായി. സഹോദരങ്ങളെ, ഐക്യത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം. 26 നിരപരാധികൾ കൊല്ലപ്പെട്ടപ്പോ അതിൽ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന പേരുള്ള ഒരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ വായിച്ചതാണ്. സഹോദരങ്ങളെ, വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യാസന്താനങ്ങളും അടങ്ങിയ സ്വന്തം കുടുംബത്തെ പോറ്റാൻ കുതിരസവാരി നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഭീകരവാദികൾ തന്റെ കൂടെ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് നേരെ നിറയൊഴിച്ചപ്പോ, വെടിയുതിർത്തപ്പോ ആ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഈ പാവങ്ങളെ, നിരപരാധികളെ നിങ്ങൾ കൊന്നുകളയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിയപ്പോഴാണ് പ്രകോപിതരായ ഭീകരർ ആദിലിനെ കൊന്നത്. ആദിൽ ഹുസൈൻ ഷാ സയ്യിദ് ആ മനുഷ്യനെ കൊന്നത് എന്ന് നമുക്കറിയാം. സഹോദരങ്ങളെ, വേണമെങ്കിൽ ആദിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ മതപരമായി സാമുദായികമായി ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു ശക്തിക്കും ഈ രാജ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന വലിയൊരാശയം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. ആദിലടക്കമുള്ള ഈ 26 രക്തസാക്ഷികളും ഈ 26 മനുഷ്യരുമെന്ന് അതിൽ മലയാളിയായ നമ്മുടെ ഒരു സഹോദരൻ കൂടിയുണ്ട്. സഹോദരങ്ങളെ, ഇവരെല്ലാം ലോകത്തോട് പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾക്ക് മതപരമായിട്ട് സാമുദായികമായിട്ട് ഭിന്നിപ്പിക്കുവാൻ കഴിയില്ല, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്ന സന്ദേശം ലോകത്തിന് കൈമാറിക്കൊണ്ടാണ് ഈ 26 നിരപരാധികളായ മനുഷ്യരും ലോകത്തോട് വിട പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് ഭീകരതയ്ക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ സൗഹൃദത്തോടെ മുന്നോട്ട് നീങ്ങണമെന്നാണ് ഇത്തരം സാഹചര്യങ്ങൾ നമ്മോട് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് രാജ്യത്തെ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത്. ഈ ഭേദഗതിയിലൂടെ നമ്മുടെ മസ്ജിദുകൾ, മദ്രസകൾ, യതീംഖാനകൾ
അനുബന്ധ സ്ഥാപനങ്ങൾ ഇവ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് ആവർത്തിച്ചുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമമായ ഒരു വിധി ഉണ്ടായിട്ടില്ലെങ്കിലും സുപ്രീം കോടതി ഇടക്കാലത്ത് ചില ഉത്തരവുകളും നിരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളും എല്ലാം വന്നു. ആ ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളും നമുക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹവും വഖഫിനെ സ്നേഹിക്കുന്നവരും പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ അത് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമായത്. ഒന്നാമതായി സുപ്രീം കോടതി പറഞ്ഞത് രജിസ്ട്രേഷൻ മൂലമോ ഉപയോഗത്തിലൂടെയോ അഥവാ വഖഫ് ബൈ യൂസർ മറ്റേതെങ്കിലും നിലക്കോ വഖഫായി കണക്കാക്കുന്ന വസ്തു ഡീനോട്ടിഫൈ ചെയ്തുകൊണ്ട് വഖഫ് അല്ലാതാക്കരുതെന്നാണ്. രണ്ടാമതായി സുപ്രീം കോടതി ഇടക്കാലത്ത് വെച്ച് പറഞ്ഞത് കളക്ടർമാർ വഖഫിൽ അന്വേഷണം നടത്തുമ്പോ പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം യാതൊരു നടപടിയും സ്വീകരിക്കരുത് എന്നായിരുന്നു. മൂന്നാമതായി പറയുന്നത് കേന്ദ്ര വഖഫ് കൗൺസിലുകളിലും അതുപോലെ തന്നെ സംസ്ഥാന വഖഫ് ബോർഡുകളിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങളല്ലാത്തവർ എല്ലാവരും മുസ്ലിങ്ങളാവണം എന്നതാണ്. അങ്ങനെ 3 സുപ്രധാനമായ നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തിരുന്നുണ്ടായി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇത്തരം പരാമർശങ്ങളെല്ലാം നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും പ്രതീക്ഷ നൽകുന്നതാണ്. അതിനാൽ തന്നെ ക്ഷമയും ആത്മസംയമനവും നഷ്ടപ്പെടുത്താതെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലും അതുപോലെ തന്നെ ഭരണഘടനയിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആവശ്യമായ നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം. സർവോപരി അള്ളാഹുവിന്റെ സഹായത്തിലാണ് നമുക്ക് പ്രതീക്ഷയുണ്ടാവേണ്ടത്. അതാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ ആർക്കും നിങ്ങളെ അതിജീവിക്കാനോ അതിജയിക്കാനോ കഴിയുകയില്ല. എന്നാൽ അള്ളാഹു നിങ്ങളെ കൈവടിഞ്ഞാലോ അതിനുശേഷം ആരാണ് നിങ്ങളെ സഹായിക്കുക? ആർക്കാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുക? അതുകൊണ്ട് അള്ളാഹുവിന്റെ മേൽ വിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്, അള്ളാഹു പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് വഖഫിനെ സംരക്ഷിക്കുന്നതും നീതിയുക്തവുമായ വിധി തീർപ്പുകൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുന്ന ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കി തരുമാറാവട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ എന്ന് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ബലിപെരുന്നാളിന്റെ സന്തോഷങ്ങളിൽ മുഴുകുമ്പോ നമ്മുടെ ഫലസ്തീനിലെ ഗസയിലെ സഹോദരങ്ങൾ അതികഠിനമായ പ്രയാസങ്ങളാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സയനിസ്റ്റ് കാബാലികർ ഫലസ്തീനികളെ, ഗസ നിവാസികളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, കൊന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യാവകാശ നിയമങ്ങളെ ഒന്നടങ്കം പുച്ഛിച്ചു തള്ളിക്കൊണ്ടും അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ലോക ഭൂപടത്തിൽ നിന്ന് ഫലസ്തീനെ തുടച്ചു നീക്കാനാണ് ഇസ്രായേൽ തകൃതിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം തടഞ്ഞുകൊണ്ടും അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പട്ടിണിക്കിട്ടുകൊണ്ടും ക്രൂരത മുന്നോട്ട് നീങ്ങുകയാണ് സഹോദരങ്ങളെ. അതിനാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ ഉടൻ മരിച്ചു വീഴുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് നിരന്തരമായിട്ട് വരികയാണ്. കുഞ്ഞുങ്ങളെ മാത്രമല്ല, എല്ലാവരും ഒരുപോലെ വിശന്നിരിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു ഇടമാണ് ഫലസ്തീൻ എന്ന് UN വളരെ വ്യക്തമായിട്ടും പറഞ്ഞു. എല്ലാവരും ഒരുപോലെ വിശന്നിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഇടമാണ് ഗസ എന്ന് ഐക്യരാഷ്ട്രസഭ പറയാണ്. എന്നാൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഫലസ്തീനികളെ വെടിവെച്ച് കൊല്ലുകയാണ് ഇസ്രായേൽ. അപ്പോഴും ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ എല്ലാ ക്രൂരതകൾക്കും മേലൊപ്പ് ചാർത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ. പച്ചപ്പരവതാനി വിരിച്ചുകൊണ്ട് അറബ് നേതൃത്വം ട്രംപിനെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഫലസ്തീനികൾക്ക് വേണ്ടി കരുത്തുള്ള ഒരു ശബ്ദമായി മാറാൻ അറബ് രാജാക്കന്മാർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം കണ്ട് കുലുക്കമില്ലാതെ നിശബ്ദമായി നിൽക്കുകയാണ് ലോകം.
ഈ ലോകത്തെയാണ് നാം പുരോഗമനം എന്ന് വിളിക്കുന്നത്. എന്തുമാത്രം വിരോധാഭാസമാണ് ഈ ലോകത്തെ പുരോഗമനം എന്ന് വിളിക്കൽ. സഹോദരങ്ങളെ, ഈ ക്രൂരതകളുടെ മുമ്പിൽ പൈശാചികമായ മൗനം ഭരിക്കുന്ന ലോകത്തെ പുരോഗമനം എന്ന് വിളിക്കൽ എന്തുമാത്രം വിരോധാഭാസമാണ്. പലസ്തീനികളുടെ കാര്യത്തിൽ, ഗസയുടെ വിഷയത്തിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം കുറ്റകരമായ മൗനമാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് പറയുന്നു, പലസ്തീനികളുടെ വിഷയത്തിൽ, ഗസയുടെ കാര്യത്തിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം കുറ്റകരമായ മൗനമാണ്. എന്നാൽ നമ്മൾ അറിയണം, മനുഷ്യന്റെ കാരുണ്യം എത്ര തന്നെ വറ്റിപ്പോയാലും വറ്റാത്ത നീരുറവയാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഒരിക്കലും വറ്റാത്ത അറ്റമില്ലാത്ത കാരുണ്യമാണ് റബ്ബിന്റേത്. ആ റബ്ബ് റഹ്മാനാണ്, റഹീമാണ്, പരമകാരുണ്യകനാണ്, കരുണാനിധിയാണ്. ആ നാഥനോട് പലസ്തീനികൾക്ക് വേണ്ടി, ഗസ നിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഗസയിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ദുർബലരായ ജനവിഭാഗങ്ങളെയും അപ്പവും അന്നവും നൽകി നീ സഹായിക്കണമേ നാഥ. അല്ലാഹുവേ, ഫലസ്തീൻ അടക്കമുള്ള ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളിലും നീ ശാന്തിയും സമാധാനവും വർഷിക്കണമേ റബ്ബ്. ആരവരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കാൻ ശ്രമിച്ചാലും ഫലസ്തീനികൾ അടക്കമുള്ള ലോകത്തെ ദുർബല ജനവിഭാഗങ്ങൾ പുഞ്ചിരിക്കുന്ന ഒരു നാളെയുണ്ട്. ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ, ദുർബലരായ ജനവിഭാഗത്തെ നാം സഹായിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇൻ തൻസുറുല്ലാഹ യൻസുറക്കും വയുസബ്ബിത് അഖദാമക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെയും സഹായിക്കും. നിങ്ങളുടെ കാലടിപ്പാതകൾ അവൻ ഉറപ്പിച്ചു നിർത്തും. ഖുർആൻ പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു ആ ജനതയെ, പലസ്തീൻ ജനതയെ എന്നല്ല, ലോകത്തെ ദുർബല ജനവിഭാഗങ്ങളെ മുഴുവനും എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള അല്ലാഹുവിന്റെ സഹായം അതാണ് വർഷിക്കേണ്ടത്. ആ സഹായത്തിന്റെ ചരിത്രമാണ് നമ്മുടെ ഈ ബലിപെരുന്നാൾ ഈദുൽ അദ്ഹ ലോകത്തോട് പറയുന്നത്. സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രിയപത്നി ഹാജറ ബീവിയെയും പൊന്നോമന പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമെയും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അന്ന് ആരാരുമില്ലാത്ത മക്കാ മണലാരുണ്യത്തിൽ കൊണ്ടുപോയി ആക്കുകയാണ് ചരിത്രം നമുക്കറിയാം. ഹാജറിന്റെ ഒരു കയ്യിൽ കാരക്കയും മറ്റേ കയ്യിൽ വെള്ളവും നൽകി ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു പോരുമ്പോ മഹദി ഹാജറ ബീവി ഇബ്രാഹിം അലൈഹിസ്സലാമിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ ഇത് ചെയ്തത്? നഅം അല്ലാഹു അമറനി ബിഹാദാ, അല്ലാഹു കൽപ്പിച്ചിട്ടാണ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ആരാരുമില്ലാത്ത അങ്ങ് മക്കാ മണലാരുണ്യത്തിൽ അന്ന് ജനവാസം ഉണ്ടായിരുന്നില്ല, അന്ന് അവിടെ ജീവിക്കാൻ യോഗ്യമായ മണ്ണായിരുന്നില്ല. പക്ഷെ അള്ളാന്റെ കൽപ്പന പ്രകാരം കൊണ്ടുപോയി ആക്കി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് കൊണ്ടുപോയി ആക്കിയത് എന്ന് പറഞ്ഞപ്പോ ഹാജറ ബീവി പറയാണ്, ഇതെല്ലാം യുവയ്യുനല്ലാഹ്, എങ്കിൽ അള്ളാഹു ഞങ്ങളെ പെരുവഴിയിലാക്കുകയില്ല. അള്ളാഹ് കൽപ്പിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയതെങ്കിൽ അള്ളാഹു ഞങ്ങളെ പെരുവഴിയിലാക്കുകയില്ല. പിന്നീട് എന്താണ് സംഭവിച്ചത്? നാഗരികതയുടെ കേന്ദ്രമായിട്ട് മക്ക മാറുന്ന ജനനിബിഡമായ ഒരു ചരിത്രം, അതല്ലെങ്കിൽ ഒരു വർത്തമാനം മക്കൾക്കുണ്ടാവുന്ന സാഹചര്യമുണ്ടായി. സഹോദരങ്ങളെ, അള്ളാഹുവിൽ വരവേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാര്യകാരണ ലോകത്തിന് അപ്പുറത്തു നിന്നുള്ള സഹായം ലഭിക്കുമെന്നുള്ളത് നമുക്കറിയാം. കയ്യിലെ കാരക്കയും തീർന്നു, വെള്ളവും തീർന്നു. മഹദി ഹാജറ ബീവി പ്രാർത്ഥിച്ചുകൊണ്ട് സഫാ കുന്നിന്റെയും മർവാ കുന്നിന്റെയും ഇടയിൽ ഓടി നടന്നു എന്നാണ്. സഫായുടെയും മർവായുടെയും ഇടയിൽ ഓടി നടക്കുമ്പോ അവിടെ ഇസ്മായിൽ അലൈഹിസ്സലാം കൊച്ചുകുഞ്ഞാണ്, കാലിട്ടടിച്ചുകൊണ്ട് കരയുകയാണ്. അങ്ങനെ ആ ഓട്ടത്തിനിടയിലാണ്, സഈനിടയിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച ആ ഭാഗത്ത് നിന്നും സംസം പ്രവാഹം ഉണ്ടാകുന്നത്. സംസം അഭൗതികമായ ലോകത്തിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അള്ളാഹുവിന്റെ സഹായമാണ്. കൊണ്ട് മുന്നോട്ട് പോകുന്ന ജനതയെ അള്ളാഹു സഹായിക്കും. അള്ളാഹുവോട് പരമമായ സ്നേഹവും അള്ളാഹുവോട് എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ഭക്തിയും പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ അള്ളാഹു സഹായിക്കും എന്നതിന് വ്യക്തമായ തെളിവാണ് ബലിപെരുന്നാളിന്റെ ചരിത്രം നമ്മോട് പറയുന്ന. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ അഭൗതികമായ സഹായം നേടിയെടുക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
ബഹുമാന്യരായ സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും എല്ലാ അർത്ഥത്തിലുള്ള സൗഹൃദങ്ങളും, ജാതി മത വ്യത്യാസങ്ങളില്ലാത്ത സൗഹൃദങ്ങൾ, കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാത്ത സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്താനുള്ള സമയമാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. പെരുന്നാളിന്റെ നാളുകൾ നമുക്ക് സൗഹൃദം ശക്തിപ്പെടുത്താനാണ്. നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ വിരുന്നുകാരനെ സൽക്കരിക്കട്ടെ, അതിഥിയെ സൽക്കരിക്കട്ടെ. വിരുന്നുകാരായി നമ്മുടെ സഹോദരങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വിരുന്നുകാരെ സൽക്കരിച്ചു കൊണ്ടുമുള്ള നാളുകൾ, അതായിരിക്കണം പെരുന്നാളിന്റെ നാളുകൾ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയൽക്കാരനെ ആദരിക്കട്ടെ. അയൽക്കാരനെ ഉപദ്രവിക്കാൻ പാടില്ല. അയൽക്കാരനെ ഉപദ്രവിക്കുന്നവൻ വിശ്വാസിയല്ല. അയൽക്കാരന്റെ വീട്ടിൽ ഭക്ഷണമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുമ്പോ ഒരു കരുതൽ ഉണ്ടാവണം. കറി ഉണ്ടാക്കുമ്പോ കറിയിൽ വെള്ളം കൂട്ടിയെങ്കിലും അയൽക്കാരനെ കൂടി നിങ്ങൾ പരിഗണിക്കണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹ്മ. നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ കുടുംബ ബന്ധം ചേർക്കട്ടെ. കുടുംബ ബന്ധം ചേർക്കാൻ, അയൽപക്ക ബന്ധം ശക്തിപ്പെടുത്താൻ, സൗഹൃദങ്ങൾക്ക് ഊഷ്മളമേകാനുള്ള സന്ദർഭമാണ് ബലിപെരുന്നാൾ. നമുക്കിടയിൽ പിണക്കമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഈദ് മൈതാനിയിൽ വെച്ച് ഇണങ്ങാൻ അവർക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ ദിനത്തോടൊപ്പം തുടർന്നുള്ള 3 ദിവസങ്ങൾ കൂടി ചേർന്നതാണ് ബലിപെരുന്നാൾ ദിനങ്ങൾ എന്ന് പറയുന്നത്. തുടർന്നുള്ള 3 ദിവസങ്ങളുണ്ടല്ലോ, ഈ 3 ദിവസങ്ങളെ സംബന്ധിച്ചാണ് അയ്യാമത്ത് തശ്രീഖിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്. അയ്യാമത്ത് തശ്രീഖിന്റെ ദിനങ്ങളും ആഘോഷത്തിന്റെ ദിനങ്ങളാണ്. അതുകൊണ്ട് ഇന്നത്തെ 1-ാമത്തെ ദിനമോ തുടർന്ന് വരുന്ന ദിനങ്ങളോ, ഈ തുടർന്ന് വരുന്ന 3 ദിനങ്ങളോ, ഈ 4 ദിനങ്ങളും ചേർന്നതാണ് ബലിപെരുന്നാളിന്റെ ആഘോഷങ്ങൾ. ഈ ദിനങ്ങളിൽ ഒന്നും നോമ്പെടുക്കാൻ പാടില്ല. അത് ആഘോഷത്തിന്റെ ദിനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യാമു തശ്രീഖ് അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്റുല്ലാഹി അസ്സ വജൽ. അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് തീറ്റയുടെ, കുടിയുടെ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിന്റെ, തീറ്റയുടെയും കുടിയുടെയും ഭക്ഷണപാനീയങ്ങളുടെ ദിനമാണ്. ഭക്ഷണപാനീയങ്ങൾ ആഹരിച്ചുകൊണ്ട് വീട്ടിൽ കഴിഞ്ഞുകൂടുക, അതുപോലെ തന്നെ വിനോദയാത്രകളൊക്കെ ചെയ്യുക. അങ്ങനെ സന്തോഷിച്ചുകൊണ്ടും ഉല്ലസിച്ചുകൊണ്ടും സഹോദരങ്ങളെ കഴിഞ്ഞുകൂടേണ്ടുന്ന ദിനരാത്രങ്ങളാണ്. പക്ഷേ വദിക്റുല്ലാഹി അസ്സ വജൽ ദൈവസ്മരണയുടെ ദിനരാത്രങ്ങൾ കൂടിയാണ്. വിശ്വാസികൾക്ക് ഏത് ആഘോഷഘട്ടത്തിലും ഏത് വിനോദ സന്ദർഭങ്ങളിലും അവനിൽ ഉണ്ടാവേണ്ടതാണ് ദൈവസ്മരണ എന്ന് പറയുന്നത്. ദൈവസ്മരണ ഒഴിവാക്കിക്കൊണ്ടുള്ള, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ ഒഴിവാക്കിക്കൊണ്ടുള്ള പെരുന്നാൾ ആഘോഷങ്ങൾ പാടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ അനുവദനീയമായ വിനോദങ്ങളാകാവുന്നതാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരുമ ശിഷ്യൻ കടന്നു വരുമ്പോ പെൺകുട്ടികൾ ഇങ്ങനെ വീട്ടില് പാട്ട് പാടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടില് ചെറിയ പെൺകുട്ടികൾ ഇങ്ങനെ പാട്ട് പാടുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലാണോ നിങ്ങളുടെ പാട്ടും ബഹളവും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹും യാ അബൂബക്കർ, അബൂബക്കറെ അവരെ വിട്ടേക്ക്, ഇത് നമ്മുടെ പെരുന്നാൾ ദിനമാണ്. ഫഇന്ന ലികുല്ലി ഖൗമിൻ ഈദൻ വഹാദാ ഈദുനാ. എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടേതായ പെരുന്നാൾ ദിനങ്ങളുണ്ട്. ഇത് നമ്മുടെ പെരുന്നാളിന്റെ, നമ്മുടെ ആഘോഷത്തിന്റെ ദിനമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ബലിപെരുന്നാൾ ആഘോഷം, ഈദാഘോഷം നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവണം. അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أيها الناس أوصيكم وإياي ثانيا بتقوى الله.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ, തഖ്വയോടുകൂടി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതായും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ പ്രീതിയിലും പൊരുത്തത്തിലും ആക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി യാത്ര തിരിച്ച ആളുകൾ, ഹജ്ജ് നിർവഹണത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ചുകൊണ്ട് തിരിച്ചെത്താൻ നാഥൻ അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അവർക്ക് പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം, ഖബർ ജീവിതം കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ അല്ലാഹു അവരെയും നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ മഹാന്മാരായ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മയും അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഭീകരാക്രമണങ്ങളിൽ അടക്കം മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു തആല ക്ഷമയും ധൈര്യവും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സമാധാനത്തോടെ ഇനിയും മുന്നോട്ട് പോവാൻ അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ. ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നതിൽ നിന്ന് അല്ലാഹു തആല നമ്മുടെ രാജ്യത്തെ മുഴുവൻ എന്നല്ല ലോകത്തെ മുഴുവൻ അല്ലാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാനത്തിന്റെ, സത്യത്തിന്റെ, നീതിയുടെ സാക്ഷികളായി, പ്രബോധകരായി, പ്രചാരകരായിട്ട് ജീവിക്കുവാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, പലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഗസയിലെ സഹോദരങ്ങളെ, അവിടുത്തെ കുഞ്ഞുങ്ങളെ, അവിടുത്തെ സ്ത്രീകളെ, അല്ലാഹുവേ, ദുർബലരായ എല്ലാ ജനവിഭാഗങ്ങളെയും, ദുർബലരായ മർദ്ദിതരായ എല്ലാ ജനസമൂഹങ്ങളെയും അല്ലാഹുവേ നീ സഹായിക്കണമേ റബ്ബേ. അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ലോകത്തിൽ നിന്നുള്ള സഹായം അവരുടെ മേൽ നീ വർഷിക്കണമേ തമ്പുരാനെ. അല്ലാ പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ നാട്ടിൽ സാഹോദര്യം ശക്തിപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ജാതിമത വ്യത്യാസങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കും അതീതമായിട്ടുള്ള സ്നേഹവും സൗഹൃദവും ശക്തിപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഐക്യം നിലനിർത്തി തരണമേ റബ്ബേ. അല്ലാഹുവേ, രാജ്യത്ത് ജാതിമത വ്യത്യാസങ്ങളില്ലാത്ത ഐക്യം നീ നിലനിർത്തി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, സാഹോദര്യം നിലനിർത്തി തരണമേ റബ്ബേ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിനിടയിലും ഐക്യം നീ നിലനിർത്തി തരണമേ റബ്ബേ. അല്ലാഹുവേ, വ്യത്യസ്ത മഹല്ലകൾക്കിടയിലും സംഘടനകൾക്കിടയിലും എന്തെന്നില്ലാത്ത ഐക്യവും സാഹോദര്യവും നീ നിലനിർത്തി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിലും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ആളുകളെയും നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റണമേ റബ്ബേ. തഖ്വയും ഈമാനും അവർക്കും ഞങ്ങൾക്കും നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലുകളും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മുതിർന്ന പൗരന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാ പടച്ചവനെ, ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. പടച്ചവനെ, നിന്നോട് ചോദിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് ചോദിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി
നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളെ, ഉദ്ദേശങ്ങളെ, എല്ലാ സതുദ്ദേശങ്ങളെയും അല്ലാഹുവേ ഞങ്ങൾ വെളിപ്പെടുത്തിയതാണെങ്കിലും വെളിപ്പെടുത്താത്തതാണെങ്കിലും ഞങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവനും അറിയുന്നവനാണ് നീ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ സതുദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ച് തരണമേ റബ്ബേ. അല്ലാഹുവേ, കടങ്ങളിൽ നിന്ന്, സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പെരടികളെ പടച്ചവനെ മോചിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ മാരകമായ രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ അല്ലാഹുവേ ഞങ്ങളുടെ വീടകങ്ങളിലുണ്ട്, ഹോസ്പിറ്റലുകളിലുണ്ട്. അല്ലാഹുവേ, ജീവിതമാണ് അവർക്ക് ഖൈറെങ്കിൽ അവർക്ക് ജീവിതം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, മരണമാണ് ഖൈറെങ്കിൽ അല്ലാഹുവേ മരണം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹുവേ ജീവിതമാണ് ഉത്തമമെങ്കിൽ ജീവിതവും, അല്ലാഹുവേ മരണമാണ് ഉത്തമമെങ്കിൽ മരണവും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ ജീവിതത്തിലേക്ക് അല്ലാഹുവേ പടച്ചവനെ അല്ലാഹുവേ രോഗികളായ ആളുകൾക്ക് തിരിച്ചു വരാൻ, അല്ലാഹുവേ ഇതുപോലുള്ള ഈദ്ഗാഹുകളിൽ ഇനിയും സംഗമിക്കുവാൻ പടച്ച തമ്പുരാൻ, ഇതുപോലെ സന്തോഷ സുദിനങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഒന്നിച്ചിരിക്കുവാൻ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അല്ലാഹ് നീ സ്വീകരിക്കണമേ റബ്ബ്. പടച്ചവനെ, ഈ പെരുന്നാളിന്റെ സന്തോഷം പടച്ച തമ്പുരാനെ എന്നെന്നും അല്ലാഹുവേ ജീവിതത്തിൽ നിലനിർത്തി തരണമേ റബ്ബ്. അല്ലാഹുവേ, പെരുന്നാളിൽ ഞങ്ങൾ ആവാഹിക്കുന്ന ഈ സന്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. എല്ലാത്തരം വർഗീയതകളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും പടച്ച തമ്പുരാനെ അക്രമ വാഴ്ചകളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രദേശങ്ങളെ അല്ലാഹുവേ രാജ്യത്തെ മുഴുവൻ, ലോകത്തെ മുഴുവൻ അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബ അൻ നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. اللهم انصر المسلمين المجاهدين في فلسطين، اللهم انصرهم في غزة، اللهم انصرهم في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. تقبل الله منا ومنكم عيد مبارك وكل عام وأنتم بخير.